അറിയും. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 5-ാം അധ്യായം സന്യാസയോഗം. സന്യാസയോഗത്തിലെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു അടയാളം ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉദാത്തമായി ജീവിതത്തെ എന്താണ് നമ്മുടെ മുന്നിലുള്ള ഒരു റോൾ മോഡൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും വ്യക്തികളെയോ അല്ലെങ്കിൽ ആരെയെങ്കിലും ഒക്കെ റോൾ മോഡലാക്കുന്നതിന് പകരം എങ്ങനെ നമുക്ക് ഉദാത്തമായ ഈ ഒരു മാതൃകയെ, എന്താണത്, ഒരു താമരയെ, പത്മത്തെ, അതാണ് ഏറ്റവും കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. അത് നമ്മുടെ എല്ലാ ദേവീ ദേവന്മാരും എല്ലാവരും അതിലാണ് ഇരിക്കുന്നത്. ഭഗവാന്റെ അംഗങ്ങളെ മുഴുവൻ താമരയോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ടാണ് പറയാറ്. മുഖകമലം, നാഭീകമലം, ഹസ്തകമലം, അതുപോലെ പാദപങ്കജം, ഇങ്ങനെ പങ്കജവും കമലവും എല്ലാം താമര തന്നെ. നേത്രകമലം, അങ്ങനെ പേരുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. പങ്കജാക്ഷി എന്നും പങ്കജാക്ഷൻ എന്നും കമലഹാസൻ എന്നും കമലാദാസ് എന്നും എല്ലാം എന്താണ്, താമരയുമായി ചേർത്തിട്ടുള്ളതാണ്. എന്താണ് താമരയുടെ സിമ്പൽ? ഒട്ടലില്ലായ്മയുടെ. അപ്പോൾ താമരയിൽ ഇരിക്കുക. കുട്ടികൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഇതെന്താ താമരയിൽ ഇരുന്നിട്ട് ആ ആൻറ്റി താന്നു പോവാത്തത് എന്ന്. ഒരിക്കൽ സരസ്വതിയുടെ ഫോട്ടോ കണ്ടിട്ട് ഈ വിദ്യാരംഭം പൂജയ്ക്ക് വന്നിട്ട് ഒരു കുട്ടി ചോദിച്ചതാണ്, ആ ആൻറ്റി എന്താണ് താന്നു പോവാത്തത്. അവൻ്റെ ചോദ്യം വളരെ ലോജിക്കാണ്. അപ്പോൾ അവനോട് എന്താ പറയുക? അത് ദൈവമല്ലേ, ദൈവം അങ്ങനെ താന്നൊന്നും പോവില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അത് ശരിയായൊരു ഉത്തരമാണോ? വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. കുട്ടികൾക്ക് കുറച്ചും കൂടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ അവന് മനസ്സിലാവുന്ന വിധത്തിലൊക്കെ പറയാം. ഇത് വലിയവർ തന്നെയാണ് ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ വലിയവർക്കും ഇത് തന്നെയാണല്ലോ സംശയം. അപ്പം എന്താണ്, ഒട്ടലില്ലായ്മയിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. നമ്മുടെ ഇരിപ്പ് എപ്പോഴും ഈ സംഘമില്ലായ്മയിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണ്, പിന്നെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അങ്ങനെ ഇരിക്കാൻ തുടങ്ങിയാൽ. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക എന്ന്, ഇരിക്കുന്ന കൊമ്പ് മുറിച്ചിട്ടുള്ള കാളിദാസനെ കുറിച്ച് കേട്ടിട്ടില്ലേ? എന്താ അതിൻ്റെ താല്പര്യം? ഇരിക്കുന്ന കൊമ്പ് മുറിക്കേണ്ടതാണ്. നമ്മുടെ ധാരണ എന്താണ്, ഇരിക്കുന്ന കൊമ്പ് മുറിച്ചാൽ നേരെ താഴെ വീഴും എന്നാണ്. ഇല്ല, ഇരിക്കുന്ന കൊമ്പ് മുറിച്ചിട്ടില്ലെങ്കിലാണ് താഴെ വീഴുക. എന്താ ഈ ഇരിക്കുന്ന കൊമ്പ്? ഇരിക്കുന്ന കൊമ്പ് നമ്മൾ എത്രമാത്രം നമുക്കതിൽ സംഘമുണ്ട് എന്നുള്ളതാണ്. അതിനെ മുറിക്കേണ്ടതുണ്ട്. ഞാനെന്നും എൻ്റേതെന്നും ഉടമസ്ഥതയെ മുറിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒട്ടലില്ലായ്മയിലാണ്, സംഘമില്ലായ്മയിലാണ് ഇരിക്കുന്നത്. സംഘമില്ലായ്മയാകുന്ന കൈകൾ, മുഖം, എല്ലാ ഭഗവാന്റെ എല്ലാ അംഗങ്ങളും, അതുപോലെ നമ്മുടെ അംഗങ്ങളും അങ്ങനെ ആയിരിക്കണം എന്നാണ്. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഏറെക്കുറെ പല മതങ്ങളിലും ലോട്ടസ്, താമര, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്പിരിച്വൽ സിമ്പലാണ്. ബുദ്ധമതത്തിൽ എന്താണ്, ഒരു ലോട്ടസ് സൂത്ര തന്നെയുണ്ട്. അതിൽ എല്ലാം താമരയോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ടാണ്, താമരയെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. എന്താണ് അവിടുന്ന് നൽകുന്ന ഉദ്ദേശം? വലിയൊരു ആധ്യാത്മിക ജീവിതം. ഇങ്ങനെയുള്ള ആധ്യാത്മിക ജീവിതം ശ്രീനാരായണ ഗുരുദേവൻ പറയുന്ന അപരന് സുഖത്തിനായി വരേണം എന്നുള്ള, അപരനെയും കൂടെ കണക്കെടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം, അത് വലിയ മഹത്തായ സന്ദേശം നൽകുന്നതാണ്. അങ്ങനെ ഇവിടെ പറഞ്ഞു. തുടർന്ന് എങ്ങനെയാണ് സർവകർമാണി മനസ, 13-ാമത്തെ ശ്ലോകത്തിൽ 5-ാം അധ്യായത്തിൽ
സർവകർമാണി മനസാ സന്യസ്യാസ്തേ സുഖം വശി നവദ്വാരേ പുരേ ദേഹി നൈവ കുർവൻ ന കാരയൻ. 9 ദ്വാരങ്ങളുള്ള 9 ഗോപുരങ്ങളുള്ള ഒരു വലിയ ബംഗ്ലാവാണ് നമ്മുടെയൊക്കെ വീട് എന്ന് പറയാം, നമ്മുടെയൊക്കെ ശരീരം. ആ ശരീരത്തിൽ ഈ പറഞ്ഞ ഒരാൾ വസിക്കുന്നുണ്ട്. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ശരീരം? ഇതിൻ്റെ ഒരു ഉടമയുണ്ട്. ആ ഉടമയെക്കുറിച്ച് നമ്മൾ ഇതുവരെ യാതൊരു ചിന്തയും ചെയ്തിട്ടില്ല. മൂപ്പരെ ഒന്നും ചെയ്യുന്നുമില്ല, ചെയ്യിക്കുന്നുമില്ല. നൈവ കുർവന് നൈവ കാരയന്. എന്താണ്? സുഖമായിട്ട് മൂപ്പര് ഇരിക്കുകയാണ്. സുഖം ആസ്തേ. ഇതുവരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ പിന്നെ ഈ കർമ്മങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവുന്നതാ? ഇതിൻ്റെയൊക്കെ പിറകിലുള്ള രഹസ്യം എന്താണ്? പറയുന്നു, ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. അപ്പം സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ചോദ്യമാണ്. അപ്പം ഈ ഒന്നും ചെയ്യുന്നുമില്ല, ചെയ്യിക്കുന്നുമില്ല, അങ്ങനെ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ആർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം? ഇവിടുന്ന് മുന്നിലേക്ക് വരുന്ന ഈ ശ്ലോകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കൊരു ധാരണയുണ്ട്, പൊതുവേ നമ്മൾ മനസ്സിലാക്കി വെച്ച ധാരണ. ആ ധാരണ മുഴുവൻ പൊളിച്ചെഴുതുന്നതാണിത്. കാരണം പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, ആളുകൾ പറയാറുണ്ട്, അല്ല ആ സ്വാമി അങ്ങനെയാണല്ലോ പറഞ്ഞത്, ഈ സ്വാമി ഇങ്ങനെയാണല്ലോ പറഞ്ഞത്. ഇങ്ങനെ പല സ്വാമിമാരുടെ പേരെടുത്തിട്ട് ഇങ്ങനെ പറയും, ആ സ്വാമി ഇങ്ങനെ പറഞ്ഞു, ഈ സ്വാമി ഇങ്ങനെ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് വലിയ എന്താ പറയുക, ഉറപ്പൊന്നുമില്ലേ ഈ പറയുന്നതിൽ എന്ന്. നിങ്ങൾ ആ സകല സ്വാമിമാരെയും വിട്ടേക്കും. ഇവിടെ വേറൊരു സ്വാമി പറയുന്നുണ്ട്. അതേതാണ് സ്വാമി? കൃഷ്ണസ്വാമി, ശ്രീകൃഷ്ണസ്വാമി. മൂപ്പരെന്താ പറയണതെന്ന് കേൾക്കും. അതാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത്. നമുക്കിതിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല. കാരണം ചിലത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വിഷമാവും. അങ്ങനെ നിങ്ങൾക്ക് വിഷമാവുന്നതാണ് ഇനി വരാൻ പോണത്. സന്ദീപാനന്ദഗിരി എന്ന് പറയുന്ന ഈ സ്വാമി എഴുതിയതല്ല, വ്യാസരുടേതാണ്, കൃഷ്ണസ്വാമിയുടെ വാക്കുകളാണ്, ശ്രീകൃഷ്ണസ്വാമിയുടെ വാക്കുകളാണ്. അപ്പം ഇതിൽ നമുക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. എന്താണ് നമുക്ക് വരാൻ പോണതൊക്കെ നോക്കാം. ഇതാദ്യം നോക്കാം. എന്താണ് 14ാമത്തെ ശ്ലോകം? ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തത്തെ. പ്രഭു ആരാണ്? ഇതിൻ്റെയൊക്കെ പ്രഭവ കേന്ദ്രമായിട്ടുള്ള, ഇതിൻ്റെയൊക്കെ ഉടയ തമ്പുരാൻ എന്ന് പറയുന്ന ജഗദീശ്വരൻ, പരമാത്മാവ്. ലോകസ്യ കർത്തൃത്വം ന സൃജതി. ലോകത്തിന് കർത്തൃത്വം, ഏതെങ്കിലും വിധത്തിലുള്ള കർത്തൃത്വ ഭാവത്തെ ന സൃജതി, സൃഷ്ടിക്കുന്നില്ല, നൽകുന്നില്ല. ആര്? പ്രഭു. കർമാണി, അതുകൊണ്ട് തന്നെ കർമ്മങ്ങളെയും ന സൃജതി, കർമ്മങ്ങളെയും സൃഷ്ടിക്കുന്നില്ല. കർമ്മഫല സംയോഗം ന. ഇനി ഇന്ന കർമ്മത്തിന് ഇന്ന ഫലം അങ്ങനെ ചേർത്ത് വയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. അപ്പം മൂപ്പരാണ് ഇതൊക്കെ ചെയ്തത്, മൂപ്പരാണ് എനിക്കിതൊക്കെ തന്നത്, ഞാൻ ഈശ്വരനെ ഭജിച്ചു, അതിൻ്റെ ഫലമായിട്ട് ഇന്നത് കിട്ടി ഇല്ല. ഇനി ഇത് കേട്ട് നിങ്ങൾ മതം മാറിയതുകൊണ്ട് മൂപ്പർക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഈ ചില മതങ്ങളുടെ ആളുകളൊക്കെ അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്താറുണ്ട്. അവരെപ്പോഴും ഈ പ്രോഡക്റ്റിനെ, നമ്മൾ മാർക്കറ്റിൽ നിങ്ങൾ മൈദ എന്തെങ്കിലും മേടിക്കാൻ പോയി കഴിഞ്ഞാൽ പല സാധനങ്ങളുണ്ടാവും. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക, ഈ ചപ്പാത്തി, റെഡിമെയ്ഡ് ചപ്പാത്തി ഇങ്ങനെ അട്ടിക്കിട്ടത് കാണാം സ്റ്റോർ റൂം ഇതിൽ പോയി കഴിഞ്ഞാൽ. നിങ്ങളേതെങ്കിലും കടയിൽ പോയാലേ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പല ബ്രാൻഡുകളുണ്ട്, ഇതിലേത് മേടിക്കണം? അപ്പോൾ ഓരോരുത്തരും പരസ്യം കൊടുക്കുമ്പോൾ എന്താ പറയുക, മറ്റുള്ളവരെക്കാളൊക്കെ ഇത് കേമാണെന്ന് പറയും.
ഒരു സോപ്പ് പൊടിയാണെങ്കിലും സോപ്പാണെങ്കിലും എന്ത് സാധനം പല്ല് തേക്കുന്നതാണെങ്കിലും ഇതിലിങ്ങനെ ഈ പ്രോഡക്റ്റുകൾ തമ്മിലുള്ള ഒരു പത്രങ്ങൾ, അതിൻ്റെ വരിക്കാർ കൂടുതൽ ഞങ്ങൾക്കാണ്, മറ്റവരേക്കാൾ ഞങ്ങളാണ്, ചാനലുകൾ എല്ലാം. മതങ്ങളും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. അതിലിങ്ങനെയാണ് പറയുന്നത്, അതിലെ ഈശ്വരൻ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പം ഞങ്ങളുടെ ഈശ്വരൻ കുറച്ചും കൂടെ ഇത് നമ്മൾ ഈ ഇൻഷുറൻസ് ഒക്കെ എടുക്കാൻ പോയാലുണ്ടാവും, ഞങ്ങൾ കുറച്ചും കൂടെ ഇത് ഞങ്ങൾക്ക് ഇന്ന ബെനിഫിറ്റ് ഉണ്ടാവും. പണ്ട് ബാങ്കുകളൊക്കെ പലിശയിൽ കാര്യങ്ങൾ പറയും, അക്ഷരം പ്രതി അതാണ്. എന്നിട്ട് ആളുകളെ ഇങ്ങനെ ആകർഷിക്കുകയാണ്. ഈ പലമത സാരവും ഏകം എന്നൊക്കെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിന്ന് തോന്നുന്നില്ല. പക്ഷെ കുറേ പേരങ്ങനെ അതിനെ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പുരോഹിതന്മാരെ സംബന്ധിച്ച് വിവേകാനന്ദ സ്വാമികൾ ഈ വേൾഡ് പാർലമെൻറ്റിൽ വന്നിട്ട് പറയുന്ന രണ്ടാമത്തെ ദിവസം പറയുന്ന ഒരു കഥയുണ്ട്, കിണറ്റിലെ തവളയുടെ കഥ, കൂപമണ്ടൂകം. അത് കിണറ്റിലാണ് അതിൻ്റെ ജീവിതം. അവിടുന്ന് ചെറിയ പ്രാണിയൊക്കെ പിടിച്ച് നിന്ന് കഴിയുക. അപ്പോഴാണ് സമുദ്രത്തിൽ നിന്നൊരു തവള വന്ന് അതിൽ ചാടിയത്. അപ്പോൾ ഈ കിണറ്റിലവൻ അതിനോട് ചോദിക്കുക, നീ എവിടുന്നാണ്? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ സമുദ്രത്തിൽ നിന്നാണ്. സമുദ്രം എന്താണത്? എന്നിട്ട് വേറെ ഒരു ചാട്ടം ചാടി ആ കിണറ്റിൻ്റെ ഉള്ളിൽ നിന്ന്, ചെറിയൊരു ചാട്ടം, ഇത്ര ഉണ്ടോന്ന്. എന്ത്? വീണ്ടും ഒരു ചാട്ടം, അവൻ്റെ മാക്സിമം അവൻ ചാടി, ഇത്ര ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ, നിന്നോട് ഞാൻ സമുദ്രത്തെക്കുറിച്ച് എന്തു പറയാനാ? അപ്പോൾ അവനെന്താ പറയണത്? നീ കള്ളനാണ്. അങ്ങനെയൊന്നുമില്ല. വിവേകാനന്ദ സ്വാമികൾ പറയണ അങ്ങനെയാണ്. ഞാൻ ഹിന്ദു, ഞാൻ എൻ്റെ ഈ ചെറിയ കിണറ്റിൽ കഴിയുക, എന്നിട്ട് പറയുകയാണ് ഇതാണ് ലോകം, ഇതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. ക്രിസ്ത്യൻ അവൻ്റെ ചെറിയ കിണറ്റിലാണ്, എന്നിട്ട് അവൻ പറയുന്നു ഇതാണ്. മുസൽമാൻ അവൻ്റെ കിണറ്റിലാണ്, ഇതാണ് എല്ലാം. എത്രയോ പേരുണ്ട്. ചിലപ്പോൾ നമുക്ക് ഈ ചില ആളുകളുടെ ഇത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട്, ഇവരെന്തെങ്ങനെയായി പോയത്. കാരണം അവർക്ക് അറിയില്ല. ഒന്ന്, നിങ്ങളൊരു മതത്തെ വിമർശിക്കണമെങ്കിൽ ആ മതത്തിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം. ഈ പല സമയങ്ങളിൽ നമ്മൾ തിരുത്താറുണ്ട്, പല സമയങ്ങളിലും ചില വേദികളിലൊക്കെ നമ്മളത് ഒരിക്കലും നമ്മളത് കോംപ്രമൈസ് ചെയ്ത് പോവാറില്ല. കാരണം ഐഡിയോളജിയിൽ വ്യത്യാസമുണ്ട്, ആ ഐഡിയോളജിയുടെ വ്യത്യാസങ്ങളെ നിങ്ങൾ അംഗീകരിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതും അതും ഒന്നാണെന്ന് പറയണ്ട. ഒന്ന് എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് നമുക്ക് പറയാം. ഇപ്പോൾ അരുവിപ്പുറത്ത് ഇതേപോലെ ഒരിക്കൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രതിഷ്ഠ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർഷിക ആഘോഷത്തിൽ ഒരു ക്രിസ്തുമത പുരോഹിതൻ പറഞ്ഞു, ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നതെല്ലാം ഞങ്ങളുടെ ക്രിസ്തുമതത്തിൻ്റെ ആശയങ്ങളാണ്. അങ്ങനെയാണ് നോക്ക്. അപ്പം നമ്മൾ ചോദിച്ചു, നമ്മൾ മൈക്കിൽ എന്നെ പറഞ്ഞു, അങ്ങനെ പറയുകയാണെങ്കിൽ അത് വലിയൊരു ചിന്ത ചെയ്യേണ്ട ഒന്നാണ്. ഇപ്പോൾ ഗുരുദേവൻ്റെ മുഴുവൻ നമ്മൾ പറയുന്നില്ലെങ്കിലും ഒന്ന്, ഗുരുദേവൻ എന്ന് പറയുന്നത് അദ്വൈത വേദാന്തം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, വേറെയല്ല. അത് പലപ്പോഴും പലർക്കും തെറ്റായ ഒരു ധാരണയുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു, ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതിയായ ദൈവദശകത്തിൽ നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. അതായത് സ്രഷ്ടാവ്, സൃഷ്ടിക്കപ്പെട്ടത് എല്ലാം ഒരാളാണ്. സൃഷ്ടിയിൽ നിന്ന് ഭിന്നനായ ഒരു സ്രഷ്ടാവിനെ ഗുരുദേവൻ ആ ദൈവദശകത്തിൽ അംഗീകരിക്കുന്നില്ല. അതാണ് അദ്വൈതം. സൃഷ്ടി വേറെ, സ്രഷ്ടാവ് വേറെ, ഇങ്ങനെ രണ്ട് എൻറ്റിറ്റി ഇല്ല. ഇസ്ലാം മതത്തിൽ രണ്ട് എൻറ്റിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഈ സൃഷ്ടിക്കപ്പെട്ടതിനെ ആരാധിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. സൃഷ്ടാവ് വേറെയാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചു, ഇത് ക്രിസ്തുമതത്തിന് ഇങ്ങനെയൊരു ആശയം ഉണ്ടോ? ക്രിസ്തുമതം അങ്ങനെ ഉൾക്കൊള്ളുന്നുണ്ടോ? അത് അങ്ങനെ പറയുന്നുണ്ടോ? ക്രിസ്തുമതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതിൽ ഉപവിഭാഗങ്ങളൊക്കെ ഉണ്ട്.
വളരെ ഡീപ്പായിട്ട് മെഡിറ്റേഷനൊക്കെ പ്രചരിപ്പിക്കുകയും അത്തരം ഈ ഉപനിഷത്തിന് സമാനമായിട്ടുള്ള ഉപനിഷത്ത് ദർശനങ്ങളെ തന്നെ, അതായത് യേശുദേവൻ്റെ പ്രബോധനങ്ങളെ ആ രീതിയിൽ കാണുന്നവരുണ്ട്. വളരെ എന്താ പറയുക, അവിടെയൊക്കെ നമ്മളിങ്ങനെ ഏകതയിൽ എന്ന് പറയാം നമുക്ക്. അത് അംഗീകരിക്കണം, അവിടെ അങ്ങനെ വരണം അവിടെ. അല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ ഐഡിയോളജിയിലുള്ള ഒരു ചെറിയ ക്ലാഷ് ഉണ്ട്, അതിനെ അടി നമ്മൾ കൂടണ്ട. പക്ഷെ ഇത് മനസ്സിലാക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ അത് ആ ഒരു ഇതിലേക്ക് ആലോചിച്ചിട്ടല്ല. ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് പൊതുവായിട്ട് മനുഷ്യന് സമാധാനം ശാന്തിക്കൊക്കെ ആണല്ലോ ഈ മതങ്ങളൊക്കെ ലക്ഷ്യം വയ്ക്കുന്നത്. അതൊക്കെ നമുക്ക് പറയാം. ഇത് തന്നെയാണ് ഇപ്പോൾ യൂട്യൂബിൽ ഒരാൾ നമുക്ക് അയച്ചു തന്നിരുന്നു. ഒരു MM അക്ബർ എന്ന് പറയുന്ന ആൾ ഒരു പരിപാടിയിൽ അദ്ദേഹം ഇങ്ങനെ വിഗ്രഹാരാധനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു ചോദ്യം ചോദിച്ചു, അതിനയാൾ ഉത്തരം പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചോദ്യമുണ്ട്. ആ ഭാഗങ്ങളൊന്നും ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ കൊടുക്കാതെ ഇതേ നമ്മളൊരു ചോദ്യം ചോദിച്ചതിൻ്റെ ഉത്തരം പറഞ്ഞു. നമ്മുടെ ഉപചോദ്യം ഉണ്ടേ, നമ്മൾ ആ ചോദ്യത്തിന് ഇദ്ദേഹം എന്താണ് പറയുന്നത്, ഇസ്ലാം മതം വിഗ്രഹാരാധനയെ എതിർക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് അദ്ദേഹത്തിൽ നിന്ന് ആദ്യം അറിയണം. കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി അടുത്ത ചോദ്യം വരുമല്ലോ, സ്വാഭാവികമാണ്. ആ ചോദ്യം കുഴപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ പാളയം ഇമാം ജമാലുദ്ദീൻ മങ്കട നമ്മളെ കൈ പിടിച്ചിട്ട് പിന്നെ ആ ചർച്ച അങ്ങോട്ട് മുന്നോട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കത് ഇവിടെ അങ്ങനെ ഒരു ഇതിലേക്ക് പോവണ്ട എന്ന് പറഞ്ഞു. കാരണം ഇത് ആളുകൾ, നിങ്ങൾക്കൊരു മതത്തെക്കുറിച്ച് കൃത്യമായി അറിയില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയരുത്. ഇപ്പോൾ വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ഇസ്ലാം മതത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ കരുതുന്നത് ഇസ്ലാം മതം വിഗ്രഹാരാധന ഇല്ല എന്നാണ്. ഉണ്ട്, ഇസ്ലാം മതം കടുത്ത വിഗ്രഹാരാധന നടത്തുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ അതെങ്ങനെയാ സ്വാമി, ഞങ്ങൾ ഇസ്ലാം മതം വിഗ്രഹാരാധന നടത്തുന്നു എന്ന് നിങ്ങൾ പറയുക? അപ്പോൾ അവിടെ വിഗ്രഹത്തിന് കൃത്യമായ നിർവചനം നൽകണം. അപ്പം ഇതറിഞ്ഞിട്ടാണോ ഇസ്ലാം മത പണ്ഡിതൻ ഇതിനെ വിമർശിക്കുന്നത്? അല്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അമ്പലങ്ങൾ, ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്ന കല്ലിൽ കൊത്തിയെടുത്ത, ലോഹത്തിൽ കൊത്തിയെടുത്ത, മരത്തിൽ കൊത്തിയെടുത്ത, ഫോട്ടോയിലൊക്കെ കാണുന്ന ഇതൊക്കെയാണ് വിഗ്രഹങ്ങൾ. അതൊക്കെ വിഗ്രഹങ്ങളാണ്. അത് മാത്രമാണോ വിഗ്രഹം? അല്ലല്ലോ. വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? വിശേഷേണ തത്വഗ്രാഹേതേതി വിഗ്രഹ. വിശേഷേണ നല്ലവണ്ണം തത്വത്തെ ഗ്രഹിപ്പിക്കാൻ അന്വർത്ഥമായതേതോ അതാണ് വിഗ്രഹം. അപ്പൊ തത്വത്തെ ഗ്രഹിപ്പിക്കാൻ, തത്വത്തെ ബോധിപ്പിക്കാൻ, തത്വത്തെ ഓർമ്മിപ്പിക്കാൻ, ആ തത്വത്തിലേക്ക് ഏകാഗ്രപ്പെടുന്നതിന്, ആ തത്വവുമായി താതാത്മ്യപ്പെടാൻ ഈ ഹിന്ദു വിഭാഗത്തിൽ അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൽ ഒരുപാട് പ്രതീകങ്ങളുണ്ട്. അത് ഏതും ആവാം. ഇപ്പം നിങ്ങളൊരു പൂജകനെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഈ സർവ്വ വിഗ്രഹങ്ങളൊന്നും കൊണ്ടിരില്ല. നിങ്ങൾക്കൊരു ഷീറ്റ് തരും, ഇന്ന സാധനങ്ങളൊക്കെ മേടിച്ചു വെച്ചോളാൻ പറയും. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പത്മം വരയ്ക്കുക എന്നാ പറയുക. അരിപ്പൊടി, മഞ്ഞപ്പൊടി, ഈ അരിപ്പൊടി കൊണ്ടും മഞ്ഞപ്പൊടി കൊണ്ടും അവിടെ വരച്ച് അതിൽ സങ്കല്പിച്ച് അദ്ദേഹത്തിന് ഏത് ദേവനെ വേണമെങ്കിലും ഈ പറഞ്ഞ കളത്തിൽ സങ്കല്പിക്കാം. ഈ പഴയ ഇതിലൊക്കെ ഇപ്പോഴും ചില ആളുകളുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ, കുട്ടിക്കാലത്ത് കുട്ടികളൊക്കെ അത് ചെയ്യാറുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ഇലയുടെ മൂലയിൽ കുറച്ച് ഉരുള ചോറ് ഉരുട്ടിയിട്ട് അങ്ങനെ അവിടെ വയ്ക്കും. അതെന്താന്ന് വെച്ചാൽ ഗണപതിക്കുള്ളതാണ്. അത് അവസാനം അവൻ ശാപ്പിടും. അപ്പം നിങ്ങൾക്കൊരു അടക്കിയും ഒരു വെറ്റിലയും വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗുരുവിനെ സങ്കല്പിക്കാം, ഗണപതിയെ സങ്കല്പിക്കാം, എന്തിലും ഒരാവാഹനം കൊണ്ട്. ഇപ്പോൾ ഒരല്പം ജലം കയ്യിലെടുത്തു,
എന്നിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലെടുത്ത് അടച്ചു വെച്ചു, ഇങ്ങനെ കൈകൊണ്ട് തന്നെ അടച്ചു വെച്ചു. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ഇതാണ് ഗംഗേ യമുനെ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി. അല്ലയോ തീർത്ഥങ്ങളെ, അസ്മിൻ ജലേ സന്നിധിം കുരു, ഈ ജലത്തിൽ ഇതാ സന്നിധാനം ചെയ്താലും. പിന്നെ അത് ആ മന്ത്രം കഴിഞ്ഞാൽ പിന്നെ അതെന്തായി? അത് ഈ തീർത്ഥങ്ങളാണ്. ഈ ജലം ചിലപ്പോൾ ടാപ്പിന്ന് കോർപ്പറേഷൻ്റെ വെള്ളമായിരിക്കും, പക്ഷെ പിന്നീട് അത് കോർപ്പറേഷൻ്റെ വെള്ളമല്ല. ദേശീയ പതാകയെ ആരെങ്കിലും തുണിയായിട്ട് കരുതാറുണ്ടോ? 3 നിറമുള്ള തുണിയായിട്ട് പരസ്യമായിട്ട് അതിനെ അധിക്ഷേപിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ കാശ് കൊടുത്ത് മേടിച്ച തുണിയാണല്ലോ, തുണിയല്ലേ ഇത് എന്ന് ചോദിച്ചാൽ അല്ല, തുണിയല്ല, അതൊരു വിഗ്രഹമാണ്. നമ്മൾ MM അക്ബറിനോട് ചോദിക്കുന്നുണ്ട്, നാളെ ഒരു കടുത്ത ഇസ്ലാം വിശ്വാസി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ കൊടി ഉയർത്തിയിട്ട് അയാൾ സല്യൂട്ട് ചെയ്യില്ലേ? സല്യൂട്ട് ചെയ്യണ്ടേ? ഞാനിത് ചെയ്യില്ല എന്ന് പറയാൻ പറ്റൂ? എന്തൊക്കെ വിഗ്രഹങ്ങൾ ഇസ്ലാമിലുണ്ട്? 786 എന്ന സംഖ്യ. നമ്മൾ മനസ്സിലാക്കിയത്, അറിവ് നമ്മുടെ ശരിയാണോ എന്നറിയില്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന ആയത്തിൻ്റെ അക്ഷരസംഖ്യയാണെന്ന് ഒരു ഇസ്ലാം പണ്ഡിതൻ തന്നെ ഒരിക്കൽ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ അവിടുന്ന് കിട്ടിയ അറിവാണ്. എന്തായാലും 786 അവരെ സംബന്ധിച്ചൊരു വളരെ പ്രേഷ്യസ് ആയിട്ടുള്ളൊരു നമ്പറാണ്. പല ഇസ്ലാം വീടുകളുടെ, അവരുടെയൊക്കെ വീട്ടിൽ ഗേറ്റിലൊക്കെ ഇങ്ങനെ ഈ ചന്ദ്രക്കല ഒരു വിഗ്രഹമാണ്. ഈ ചന്ദ്രക്കലയെ നിങ്ങൾ വിളക്ക് കത്തിക്കുക, മാലയിടുക, സാമ്പ്രാണി ഒഴിയുക എന്ന് പറയുന്ന അത് ചെയ്യുന്നില്ല എന്നുള്ളത് ശരി. അതുകൊണ്ട് ആരാധനയുണ്ടല്ലോ. വിഗ്രഹാരാധന ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഈവൻ പച്ച പെയിൻറ്റിനോട് വരെ ഇല്ലേ ആരാധന? നമ്മളിതൊന്നും പരിഹസിക്കുകയോ നിഷേധിക്കുകയോ അല്ല. പക്ഷേ നിങ്ങളിൽ അറിയണം, നിങ്ങളത് പുരോഹിതരായിട്ടുള്ള നിങ്ങൾ മതത്തിൻ്റെ പേരിൽ സ്പർദ്ധയുണ്ടാക്കുന്നതിന് വേണ്ടി വിവരക്കേട് പറയാൻ പാടില്ല. എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയാം? ബഹുമാനിക്കണം. എല്ലാ ആരാധനയെയും ബഹുമാനിക്കണം. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ എല്ലാ മതങ്ങളിലും ഉണ്ട്, വേണ്ടുവോളം ഉണ്ട്. ഹിന്ദു മതത്തിലുണ്ട് എണ്ണിയാൽ ഒടുങ്ങാത്തത്, അത്ര തന്നെ ഇസ്ലാം മതത്തിലുണ്ട്, അത്ര തന്നെ ക്രിസ്തു മതത്തിലുണ്ട്, മതം ഇല്ലാത്തവനിലും ഉണ്ട്. അതുകൊണ്ട് ആരും അതിൽ നിന്ന് മോചിതരല്ല. യേശുദേവൻ പറഞ്ഞതുപോലെ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ. പിന്നെ കല്ലെടുക്കാൻ ആർക്കും കുനിയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ വിഗ്രഹം എന്താണ്, വിശേഷേണ തത്വത്തെ ഗ്രഹിപ്പിക്കാൻ അന്വർത്ഥമായതാണ് എങ്കിൽ, ഇവൻ പല എയർലൈനുകളും എയർലൈനിൽ നിങ്ങൾക്ക് പിറകിൽ പോയി കഴിഞ്ഞാൽ, ദീർഘദൂര എയർലൈനിലൊക്കെ പലതിലും, എമിറേറ്റ്സ്, എയർ അറേബ്യ തുടങ്ങിയിട്ടുള്ള എയർലൈനുകൾ, സൗദി റിലേറ്റഡ് ആയിട്ടുള്ള എയർലൈനുകളിലൊക്കെ നിസ്കരിക്കാനൊരു സ്പേസുണ്ട്. അവരവിടെ ഒരു മാറ്റൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടേക്ക് കാബയെ ലക്ഷ്യമാക്കിയിട്ട് ആ ഒരു ഡയറക്ഷനിൽ ഏരോ മാർക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അത് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. എന്തിനാണത്? ആ ദിക്കിന് ഏതാണ് ദിക്ക് എന്നറിയാനാണ്. ഒരു ഇസ്ലാം മതവിശ്വാസി എവിടേക്കെങ്കിലും നോക്കിയിട്ട് അയാൾ നിസ്കരിക്കുകയോ ഇല്ല, ദിക്ക് അയാൾക്ക് പ്രധാനമാണ്. അപ്പം ദിക്ക് എന്താണ്? വിഗ്രഹമാണ്. ഈ ദിക്കിനെ, കിഴക്കിനെയോ വടക്കിനെയോ ഞാൻ സാമ്പ്രാണി പോവച്ച് മാലയിട്ട് വഴിപാട് ചെയ്ത് തൊഴുന്നു, അതെല്ലാം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താണ്. അത് പഠിക്കാത്തതുകൊണ്ടാണ്. ഇതൊന്നും അറിയാതെ ചെയ്യുന്നവരുണ്ട്, അതെല്ലാ മതങ്ങളിലും ഉണ്ട്. മതത്തിൻ്റെ ശരിയായ മൂല്യം അറിയാതെ ആചരിക്കുന്ന
കേവലം നെറ്റിയിൽ തയമ്പ് വരുത്തുക എന്ന് മാത്രം വിചാരിക്കുന്ന 5 നേരം നിസ്കരിച്ച് മുട്ടിച്ച് വലിയ തയമ്പ് ഇങ്ങനെ ആ കറുത്ത പാട് വരുത്തിയ ആളുകളെ കാണിക്കുന്ന ആൾക്കാരുണ്ട്. ഇതുപോലെ തന്നെ ഹിന്ദുക്കളിലും ഉണ്ട്, ക്രിസ്ത്യാനികളിലും ഉണ്ട്, സിഖിലുണ്ട്, എല്ലാറ്റിലും ഉണ്ട്. അപ്പം ദിക്ക് വിഗ്രഹമല്ലേ? അതെ, തത്വത്തെ ഗ്രഹിപ്പിക്കാൻ നിങ്ങൾക്ക് ആലംബനമാണ്, അത് വേണം. ഹിന്ദു മതത്തിൽ അതും വേണ്ടാത്തത് ഒരു സാധനവും വേണ്ട. ഹിന്ദുമതത്തിൻ്റെ ഒരു വഴി അതാണ്. അതിന് പറയും സഗുണ ആരാധന, നിർഗുണ ആരാധന. ഈ നിർഗുണ ആരാധന യാതൊരു അവലംബവും ഇല്ലാതെ, ഒരു സാധനവും വേണ്ട, തെക്കും വേണ്ട, വടക്കും വേണ്ട, പടിഞ്ഞാറും വേണ്ട, ഒരു സാധനവും ഇല്ലാതെ, വിളക്കും വേണ്ട, വിഗ്രഹവും വേണ്ട, ഒരു വകയും വേണ്ട, അല്ലാത്ത ആരാധനാ സമ്പ്രദായമുള്ള ഏക മതമാണ്. അങ്ങനെ വേണമെങ്കിൽ പറയാം. ആരാധിക്കാൻ ഒരു പള്ളിയെങ്കിലും വേണ്ട, ഇതിവിടെ അതും വേണ്ട. ഒരു മരച്ചോട് മരം വേണമെന്ന് വെച്ചാൽ അതും നിർബന്ധമൊന്നുമില്ല. എവിടെയെങ്കിലും ഓരോരത്ത് ഇരുന്ന് സ്വയം താൻ തന്നെ തൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ആ സത്യത്തെ കണ്ടെത്തുന്ന പരിപാടി നിർഗുണാരാധന എന്ന് പറയും. ഇത് രണ്ടുണ്ട്. സഗുണത്തിൽ ചെയ്യുന്നത് തന്നെ നിർഗുണത്തിലേക്കാണ്. ഇപ്പോൾ ക്ഷേത്രത്തിൽ പോയി ഒരാളോട് നിങ്ങൾ ചോദിക്കൂ, എന്തിനാ നിങ്ങൾ അവിടെ ഇത്രയും ദീപാരാധനയൊക്കെ നടക്കുമ്പോൾ അവിടെ ഇങ്ങനെ ക്ഷേത്രം നട തുറക്കാൻ വേണ്ടി കാത്തിരുന്ന് അരമണിക്കൂറോളം അവിടെ കാത്തിരുന്നു, കുറേ ക്യൂ ഒക്കെ നിന്ന് ഉള്ളിൽ കയറി വാകച്ചാർത്ത് തൊഴാൻ ഗുരുവായൂരിൽ പോയി കയറി നിന്ന് ഇത്രയും മെനക്കെട്ടിട്ടാണ് ക്യൂ നിന്നിട്ടൊക്കെ 2 മണിക്ക് വാകച്ചാർത്ത് തൊഴാൻ രാത്രി 12 മണിക്ക് നിൽക്കുക ക്യൂ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴും നടയും കൊണ്ട് തുറന്ന് അത് കാണുമ്പോഴെന്താ ചെയ്യുന്നത്? കണ്ണടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ണടയ്ക്കാനാണോ അതിൻ്റെ ഉള്ളിൽ അവിടേക്ക് വന്നത്? അതെ. കാരണം അവിടെ ഏതെന്നാണോ അതെൻ്റെ അടച്ചെൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയാണ്. എന്തിനാ കണ്ണാടി വെച്ചിരിക്കുന്നത്? നമ്മുടെ മുഖം കാണാനാണ്. അതുപോലെ ആ സഗുണത്തിൽ നിന്ന് നമ്മളെ നിർഗുണത്തിലേക്ക് എത്തിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ വിമർശിക്കുന്നത്? അല്ല. അതുകൊണ്ട് നമ്മുടെ അപേക്ഷ കഴിയുന്നതും ഈ മതത്തിൻ്റെ ആരായാലും, അത് അനുയായികളായാലും, പരസ്പരം നിങ്ങൾ കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കുന്നതാണ് സമൂഹത്തിൽ എപ്പോഴും നല്ലത്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങിയാൽ പിന്നെ ഇത് എവിടെയും നിൽക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ശരിയാണ് എന്ന് ഈ പുരോഹിതന്മാർ ശ്രമിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വലിയ വേറൊരു ശരിയുണ്ട്. കുഞ്ഞുണ്ണി മാഷ് പറയുന്നത് പോലെ ഈ വര ചെറുതാക്കാൻ ഈ വരയെ തൊടണ്ട, അപ്പുറത്ത് വലിയൊരു വര വരച്ചാൽ മതി. അങ്ങനെ വരയ്ക്കാൻ പറ്റുന്ന ഒരു വരയാണ് സനാതന ധർമ്മത്തിലെ ഈ വേദാന്തം എന്ന് പറയുന്നത്. അതിന് ഈ പറയുന്ന ഒരു സാധനത്തോട് ആലംബത്തിനോടും ഇവിടെ തന്നെ ഇതിപ്പോൾ പറയാൻ പോണത് അതാ. ഏതെങ്കിലും മതത്തിൻ്റെ കിതാബിൽ നിങ്ങളിത് കാണും ഇങ്ങനെ പറയാൻ പോണത്. ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് നോക്കൂ. അതായത് സ്രഷ്ടാവിന്, പ്രഭുവിന്, പടച്ചതമ്പുരാന് ലോകസ്യ കർത്തൃത്വം ന സൃജതി. മൂപ്പർക്ക് എന്താണ്? കർത്തൃത്വഭാവത്തെ സൃഷ്ടിക്കുന്നില്ല. ന കർമാണി, കർമ്മങ്ങളെയും സൃഷ്ടിക്കുന്നില്ല. കർമ്മഫല സംയോഗം ന, ഈ കർമ്മഫലത്തിന് സംയോഗത്തെ ചേർത്ത് വയ്ക്കുന്ന പരിപാടി, പാടത്ത് പണി, വരമ്പത്ത് കൂലി, ഇതൊന്നും മൂപ്പരുടെ ഏർപ്പാടേ അല്ല. ഒക്കെ നിങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ്. ഇതൊക്കെ എന്താന്ന് പറഞ്ഞാൽ സ്വഭാവഹാതു പ്രവർത്തത്തെ, ഇതൊക്കെ അതിൻ്റെ സ്വഭാവത്തിനനുസൃതമായി പ്രവർത്തിക്കും. എന്താണ് ഇതിൻ്റെ സ്വഭാവം? സത്വം, രജസ്, തമസ്. ആ ത്രിഗുണങ്ങൾക്കനുസൃതമായി ഇത് പ്രവർത്തിക്കുന്നു. തുടർന്ന് ഇതിനെ അങ്ങോട്ട് ഗംഭീരമായിട്ട് പറയാൻ പോവുക. നാദത്തേ കസ്യചിത് പാപം നചൈവ സുകൃതം വിഭുഃ അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ.
മുഹ്യന്തി ജന്തവഹ, പൊട്ടന്മാർ വെറുതെ ഇങ്ങനെ എന്താ പറയുക, മോഹിക്കുന്നു എന്ന് പറയാം. ജന്തവഹ മുഹ്യന്തി, ജന്തുക്കൾ മോഹിക്കുന്നു. എങ്ങനെയാണ് മോഹിക്കുന്നത്? എന്താ? വിഭുഹു, വിധാതാവ്, ഭഗവാൻ, ഈശ്വരൻ, പടച്ചോൻ എന്നൊക്കെ പറയുന്ന മൂപ്പര്. കസ്യജിത് പാപം ന ആദത്തെ, ഒരുത്തൻ്റെ പാപവും എടുക്കുന്നില്ല. ഇവനൊക്കെ ചെയ്ത പാപം ഞാനിങ്ങോട്ട് എടുക്കാം എന്ന്. നീയൊക്കെ ചെയ്യുന്ന പാപം എൻ്റെ എടുക്കലാണോ എൻ്റെ ജോലി? അല്ലേ അല്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പാപങ്ങളൊക്കെ എടുക്കാൻ ഞങ്ങളുടെ ദൈവം റെഡിയാണ്, വന്നോളൂ എന്ന് പറഞ്ഞാൽ അതും ഒരു തട്ടിപ്പ് തന്നെയാണ്. ഏതായാലും ഇവിടെ ഇതാണ് പറച്ചിൽ. ഇത് ഏതെങ്കിലും വിധത്തിൽ ആളെ കൂട്ടാൻ വേണ്ടി പറയുന്നതല്ല, അതിൻ്റെ ക്ലാരിറ്റിയാണെന്ന് പറയാം. ഉള്ളത് പറയണമല്ലോ. ഞങ്ങൾക്ക് പണിക്കൂലി ഈടാക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്നതില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ പെടുത്താനുള്ള പരിപാടിയൊന്നുമില്ല. അതാണ് ഒരു സ്വാതന്ത്ര്യം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ ഇതൊന്നും ആരേറ്റെടുക്കില്ല? വിധാതാവ് ഏറ്റെടുക്കുന്നില്ല. വിഭുഹു കസ്യജിത്ത്, ഒരുത്തൻ്റെ പാപം ന ആദത്തെ, ഒരുത്തൻ്റെ പാപവും ഏറ്റെടുക്കുന്നില്ല. ഇതാരാ പറയുന്നത്? കൃഷ്ണസ്വാമി. ഇനി അതുപോലെ തന്നെ സുഹൃതം ച, ഒരുത്തൻ്റെ സുഹൃതവും വേണ്ട. നിന്റെ നല്ലത് എടുക്കാനും ഞാനില്ല, നിന്റെ ചീത്ത എടുക്കാനും ഞാനില്ല. ഇതാണ് ഈ യുക്തിവാദികളിൽ ചില യുക്തിയില്ലാത്ത വാദികൾ പറയുന്നത്. കൃഷ്ണൻ എല്ലാറ്റിൻ്റെയും നല്ലതിങ്ങനെ എടുക്കുന്ന ആളാണെന്ന്. 10-ാം അധ്യായം ഇവർ ഗീത മുഴുവൻ വായിക്കില്ല. ഈ ചാക്കരി പരിശോധിക്കുന്ന പോലെയാണ്. ഒരു 2 നുള്ളെടുത്തിട്ട് കടിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരുത്തൻ്റെ പാപവും ഞാൻ എടുക്കില്ല, ഒരുത്തൻ്റെ സുഹൃതവും ഞാൻ എടുക്കുന്നില്ല. ഇവൻ്റെ പുണ്യവും പാപവും ഇതെടുക്കുന്ന ജോലി എൻ്റേതല്ല. സുഹൃതം ച ന ആദത്തെ. ആരെ ഇതൊക്കെ പറയുന്നത്? അജ്ഞാനേന, അജ്ഞാനം കൊണ്ട്, മണ്ടത്തരം കൊണ്ട്, പൊട്ടത്തരം കൊണ്ട്, അത് ജ്ഞാനം ആവൃതം. ഈ മൂടത്തരവും പൊട്ടത്തരവും ഒക്കെ ജ്ഞാനത്തെ മറച്ചിരിക്കുക. മുമ്പ് പറഞ്ഞു, ചാരത്താൽ മറയപ്പെട്ട അഗ്നി, അഴുക്കിനാൽ മറയപ്പെട്ട കണ്ണാടി, ഗർഭസ്ഥ ശിശു, ചർമ്മത്താൽ മറയപ്പെട്ട ഗർഭസ്ഥ ശിശുവിൻ്റെ കാര്യം. യഥോൽഭേനാവൃതോ ഗർഭ, അതുപോലെ അജ്ഞാനം ജ്ഞാനത്തെ മറച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തേന, അതുകൊണ്ട് തന്നെ ജന്തവഹ മുഹ്യന്തി, നമ്മളൊക്കെ ജന്തുക്കളാണ്. പ്രാണിനഹ മുഹ്യന്തി, പ്രാണനെ ധരിച്ചിട്ടുള്ള ജന്തുക്കളായിട്ടുള്ള നമ്മളൊക്കെ അജ്ഞാനികൾ എന്താണ്? മുഹ്യന്തി, മോഹിക്കുന്നു. ഇതിൻ്റെ ഉത്തരവാദിത്വമൊന്നും ദൈവത്തിനില്ല. ചില പൊട്ടന്മാരിങ്ങനെ പറയാറുണ്ട്. ഇതാ അവർ പറയാറ്, ഭഗവാൻ എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമ്മൾ പറയുമ്പോൾ ഒരു സ്ലാങ്ങായിട്ട് പറയാമത്, അത്രയേ ഉള്ളൂ. അല്ലാതെ കാര്യമാക്കി പറയരുത്. പറയുന്ന ഭാഷയിൽ അത് പറയും. നോക്കൂ, നിങ്ങൾക്കറിയോ, ഇതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീമിൽ നിൽക്കുന്ന ആളാണ് ജിതു കൃഷ്ണമൂർത്തി. കാരണം ഇവർ എവിടെ ഇങ്ങനത്തെ ഒരു കോംപ്രമൈസിനും പോവാത്തത്. അറിയാം, വായിച്ചിട്ടുള്ളവർക്കറിയാം, അദ്ദേഹത്തെ കേട്ടിട്ടുള്ളവർക്കും അറിയാം. JK എന്ന് പറയുന്ന ജിതു കൃഷ്ണമൂർത്തി. മൂപ്പർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ, എന്തെങ്കിലും ഒരു ഇതുണ്ടാകുമ്പോൾ മൂപ്പർ ഉപയോഗിക്കുന്നത് എന്താണെന്നറിയോ? ഓ ജീസസ്. കാരണം എന്താണ്? പഠിച്ചതും ആനിബസൻ്റ് ആണല്ലോ വളർത്തിയത്. അപ്പം അത് ഏത് നിലയിലാണ് അത് പറയുന്നത്? ഈ പറഞ്ഞതുമായിട്ടൊന്നും ബന്ധമില്ല. അങ്ങനെ നമ്മൾ പറയും, പലരും പറയും അങ്ങനെ. പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എന്നൊക്കെ പറയാം. അതൊരു ഒരു ഒരു അതല്ലാത്തതുണ്ട്. ഈശ്വരൻ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ
ഗുരുവായൂരപ്പൻ ഇപ്പം എടുത്തും പറയും നാള് എന്തിലാണ്? ആക്സിഡൻറ്റിൽ, ബസ് ആക്സിഡൻറ്റ്, 4 ആൾ മരിച്ചു, ബാക്കി കുറച്ച് പേര് രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട ഒരുത്തം പറയുക, എന്നെ ഗുരുവായൂരപ്പൻ രക്ഷിച്ചു. അങ്ങനെയാണോ? അതാണോ സത്യം? അതാണ് സത്യമെങ്കിൽ 4 ആളെ കൊന്ന ഉത്തരവാദിത്വം ഗുരുവായൂരപ്പൻ്റെയാണ്. ഈ രക്ഷപ്പെടുത്തൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പറയില്ല. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പറയില്ല. എനിക്ക് ഈ പുണ്യം എടുക്കുന്ന ജോലിയില്ല, പാപം എടുക്കുന്ന ജോലിയില്ല, ഈ രക്ഷപ്പെടുത്തുന്ന ഏർപ്പാടും ഇല്ല, ശിക്ഷിക്കുന്ന ഏർപ്പാടും എനിക്കില്ല. ഞാൻ ഒരുത്തൻ്റെ പാപവും ഒരുത്തൻ്റെ പുണ്യവും ഞാൻ എടുക്കുന്നില്ല. ഇതെല്ലാം പറയുന്നത് ആരാണ്? അജ്ഞാനികളും വിവരദോഷികളും ഇങ്ങനെ പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ വിവരക്കേട് പറയാതിരിക്കുക. ഇതാര് പറഞ്ഞതാണ്? സന്ദീപാനന്ദഗിരി സ്വാമി അല്ല. ഇനി നിങ്ങൾ ഇത് കേട്ടിട്ട് വേറെ ഏതെങ്കിലും ഒരു സ്വാമിയോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോര് പറയും, അങ്ങോരിങ്ങനെ പല പൊട്ടത്തരവും പറയുമെന്ന് പറയും. അല്ല, ഇത് കൃഷ്ണസ്വാമി പറഞ്ഞതാണ്. നിങ്ങൾ ആരോടെങ്കിലും ഇങ്ങനെ ചോദിക്കണമെങ്കിൽ, വിശദീകരണം ചോദിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചോദിക്കണം? ഈ 5-ാം അധ്യായം സന്യാസ യോഗത്തിൽ 15-ാമത്തെ ശ്ലോകത്തിൽ, ഭഗവത്ഗീതയിൽ 15-ാമത്തെ ശ്ലോകത്തിൽ 5-ാം അധ്യായം സന്യാസ യോഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അതെന്താണെന്ന് ചോദിക്കണം. നമ്മുടെ പേരായിരുന്നു മാറ്റി വയ്ക്കണം. ഇത് അറിവ് ശാസ്ത്രം പഠിച്ചവരോട് ചോദിക്കണം. ഈ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ ഇങ്ങനെ കൂടുതൽ കേട്ട് കഴിഞ്ഞാൽ യുക്തിവാദിയാവുമോ നിരീശ്വരവാദിയാവുമോ എന്നൊക്കെ. ഈ യുക്തിവാദവും നിരീശ്വരവാദവും എന്ന് പറയുന്ന വലിയൊരു എന്താ പറയുക, സർഗാത്മകമായ ഏറ്റവും പരിശുദ്ധമായ ഒരു തലമുണ്ട്. പക്ഷെ ഇപ്പം നാട്ടിൽ കാണുന്ന ഈ യുക്തിവാദവും നിരീശ്വരവും അതെന്താണെന്നറിയോ? അന്യനെ തെറി വിളിക്കുന്നതാണ്. വലിയ കാമ്പുള്ളതൊന്നുമല്ല. നിങ്ങൾ അതിലേക്ക് എത്തണമെങ്കിൽ ഇതിലൂടെ വരണം, മുന്നിലേക്ക് പോകണം. കാരണം ഇവിടെ പറയാത്ത യുക്തിവാദവും നിരീശ്വരവാദവും ഒന്നും വേറെ എവിടെയില്ലേ. ഈ ദൈവം എന്നൊക്കെ പറയുന്നതേ ഉടായിപ്പാണെന്ന് വസിഷ്ഠൻ രാമനോട് പറയുന്നുണ്ട്. ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ ദൈവ നിരാകരണം എന്നാണ്. അപ്പോഴോ എന്താ നമുക്ക് ഭഗവത്ഗീത തരുന്ന കരുത്ത്? ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളോടുണ്ടാകുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. നിങ്ങളുടെ വാക്കുകളിൽ, നിങ്ങളുടെ പ്രവൃത്തികളിൽ, പെരുമാറ്റത്തിൽ. അതുപോലെ തന്നെ നിങ്ങൾ അന്യന് കൊടുക്കുന്ന റെസ്പെക്റ്റും അവരെ കരുതലിലും എല്ലാം തന്നെ ഒരു മാറ്റം ഉണ്ടാവും. വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങൾക്ക് ഏത് ചെറിയ കാര്യങ്ങളിലും നിങ്ങൾക്കതുണ്ടാവും. ഗീത നമുക്ക് ആ ഒരു ക്ലാരിറ്റിയാണ് തരുന്നത്. ആരോടും ധിക്കാരമൊന്നുമല്ല. അതിൽ നിങ്ങൾക്ക് അറിവിൻ്റെ കാര്യത്തിൽ അതുണ്ടാവും. ചിലപ്പോൾ മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നാം, ഇയാൾ ഒന്നിനെയും വകവയ്ക്കുന്നില്ലല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ അന്ധവിശ്വാസത്തിൻ്റെ അനാചാരത്തിൻ്റെയും മുന്നിൽ തല കുനിക്കരുത്. നിങ്ങൾ കൃഷ്ണൻ്റെ ഡിവോട്ടിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഫിലോസഫി ഉൾക്കൊള്ളുന്നു. കണ്ടെടുത്ത് മുഴുവൻ പോയി എവിടെ ചെണ്ട കൊട്ടുണ്ടോ അവിടെ പോയി ആരെന്ത് പറഞ്ഞാലും എന്ത് തന്നാലും അത് ശാപ്പിട്ടു, അവിടെ കുനിഞ്ഞു. എന്തിന്? വേണ്ടടുത്ത് തല കുനിയണം. ഇവിടെ അറിവിൻ്റെ മുന്നിൽ. അപ്പോൾ ഇത് പഠിക്കണം, ഇത് ഉൾക്കൊള്ളണം. ഇത് നിങ്ങൾ സ്വയം ചിന്ത ചെയ്തു നോക്കൂ, സ്വയം ആത്മവിശകലനത്തിന് വിധേയമാക്കൂ. ഇത് ശരിയല്ലേ എന്ന്. ഇങ്ങനെ ആളുകൾ ചെയ്തു കൂട്ടുന്ന പാപം ഏറ്റെടുക്കാനും ആളുകൾ ചെയ്തു കൂട്ടുന്ന പുണ്യം ഏറ്റെടുക്കാനും ഇവനിടുന്ന ഈ തൊട്ട് നാണയത്തിൻ്റെയോ അല്ലെങ്കിൽ തലയിൽ കിരീടം വയ്ക്കുകയോ നിങ്ങൾ ദൈവത്തിന് തുലാഭാരം നടത്തുകയോ ഇങ്ങനെ കുറേ കൊണ്ടു കൊടുത്തതുകൊണ്ട് ദൈവം അവരോട് എന്തോ
ഒന്നുമില്ല, ഇതൊക്കെ പൊട്ടന്മാരുടെ പണിയാ. ഗീത കൃഷ്ണൻ പറയുന്നത് അതാ, കൃഷ്ണസ്വാമി പറയുന്നത് അതാണ്. നിങ്ങൾ നിങ്ങളിൽ കൂടുതൽ ഉണർന്നവരായിരിക്കും. അടുത്ത ഇതിൻ്റെ കലാശം കൊട്ടു പറയുകയാണ്. ജ്ഞാനേന തദജ്ഞാനം യേഷാം നാശിതമാത്മനഃ യേഷാമാദിത്യവത് ജ്ഞാനം പ്രകാശയതി തത്പരം. ജ്ഞാനേന തു തത് അജ്ഞാനം ആത്മനഃ യേഷാം ആത്മനഃ ജ്ഞാനേന യേഷാം തദജ്ഞാനം നാശിതം. ആത്മനഃ ജ്ഞാനേന, ആത്മനഃ ജ്ഞാനേന, ആത്മാവിനെ അറിയുക, എൻ്റെ സ്വരൂപത്തെ അറിയുക എന്ന ജ്ഞാനം ഹേതുവായി ഞാൻ എന്നെ അറിയുന്നതിലൂടെ ഏതൊരാളുടെയാണോ യേഷാം അവരുടെ തത് അജ്ഞാനം നാശിതം, ആ അജ്ഞാനം പൂർണ്ണമായിട്ട് അങ്ങോട്ട് നശിക്കും. നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി എന്താണെന്നറിയോ? എല്ലാം വിട്ടുകൊടുക്കുക. ഭഗവാൻ നോക്കിക്കോളും, ഭഗവാൻ നോക്കിക്കോളും, നിനക്കെന്താ പണി, അവനെന്താ പണി, എന്നിട്ടോ അലസനായിട്ട് അവിടെ ഇവിടെ നടക്കുക. എന്നിട്ട് പുതിയ പുതിയ ചരടുകളും കെട്ടി കണ്ട ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയി ഇവർ പറയുന്ന പൊട്ടത്തരവും കേട്ട് ജീവിതത്തെ കുറേ ചരടും കെട്ടി ആ ചരടൊക്കെ ഒന്ന് അഴിച്ചാൽ തന്നെ മര്യാദയ്ക്ക് രക്തോട്ടം നടക്കും. അവിടെ പോയി ഇവിടെ പോയി അവിടെ പോയി ഇവിടെ പോയി. ഓരോരുത്തരും ഈ അമ്പലത്തിലേക്ക് ഓടുന്ന ഓട്ടം കാണണ്ടേ? ഇവിടുന്ന് അവിടുന്ന് ഓടി, ഇങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഇങ്ങോട്ടോടി. ചെയ്യേണ്ട എന്തെങ്കിലും മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? അതുമില്ല. അവർക്കൊക്കെ ഉള്ളത് പറയുന്നതാ. എന്താണ്? ആത്മനഃ ജ്ഞാനേന. അവിടെ ഉള്ളവനെ നോക്കണം. ആ ഭഗവാൻ, അവൻ ഹൃദയശേ തിഷ്ഠതി, നമ്മുടെ ഉള്ളിൽ ഇരിക്കുക മൂപ്പര്. ഇവൻ അവിടെ നോക്കാതെ ഇങ്ങനെ സകല എടുത്ത് ഓടി നടക്കുക. യേഷാം ഏതൊരാളുടെ തത് അജ്ഞാനം നാശിതം, അവൻ്റെ അജ്ഞാനം നശിക്കുന്നു. തേഷാം ജ്ഞാനം തു തേഷാം, പിന്നെയോ അവരുടെ ജ്ഞാനം, ആ അജ്ഞാനം നീങ്ങിക്കഴിഞ്ഞാൽ പിന്നീടുള്ളവരുടെ ജ്ഞാനം ആദിത്യവത് പ്രകാശയതി, സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. പിന്നെ അജ്ഞാനിയാവില്ല എന്ന് പറയാം. അതൊന്ന് തെളിഞ്ഞു കിട്ടണം. നിങ്ങളിപ്പോൾ ഇത് കേട്ടിട്ട് ഉടനെ ബാക്കിയുള്ളവരെ മുഴുവൻ പുച്ഛിക്കാനും പരിഹസിക്കാനും അതിനെതിരെ ഘോരഘോരം അവരെ മുന്നിൽ പോയി തടയാനും ഒന്നും നിൽക്കണ്ട. അവനവൻ ഇപ്പം ചെയ്തു കൂട്ടുന്നത് ശരിയാണോ എന്നൊന്ന് ആലോചിക്കാനുള്ളതാ. എന്നെ അവഗണിച്ചുകൊണ്ട്, പൂർണ്ണമായി എന്നെ അവഗണിച്ചുകൊണ്ട്, എന്നിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാതെ ഇതൊക്കെ വേറെ ആരോ എവിടെയോ ആകാശത്തിരുന്ന് ഇതൊക്കെ എനിക്ക് ചെയ്തു തരും, അതിനുവേണ്ടി ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ വഴിപാടും അതും ഇതുമൊക്കെ കണ്ട് ജ്യോത്സ്യന്മാരെയൊക്കെ കണ്ട് ഇവരൊക്കെ പറയുന്നത് കേട്ട് ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായിക്കോളും. ഈ അജ്ഞാനം മുഴുവൻ നീങ്ങും. എങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ. തുടർന്ന് ഭഗവാൻ പറയുന്നു, നാളെ പറയാം. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.